5 ആൾക്ക് ഞാൻ കൊടുക്കേണ്ട പൈസ എത്ര വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് 500 വെച്ചിട്ട് 5 ആൾക്ക് 2500. ചേട്ടാ എന്താണ് നിങ്ങളെന്താ ഇവിടെ ഇരിക്കുന്നത്? ഇല്ല, പണി കഴിഞ്ഞിട്ട് ഇപ്പൊ റസ്റ്റിനോട് ഇരിക്കും. അല്ലേ, നാളെ പണി ഉണ്ടോ? നാളെ പണി ഉണ്ടല്ലോ. നാളെ എൻ്റെ വീടിൻ്റെ വാർപ്പായിരുന്നു. രാവിലെ നിങ്ങള് എത്തും? എന്താ സ്ഥിതി? രാവിലെ വരാൻ പറ്റില്ല സാറേ. നാളെ ഇപ്പൊ എനിക്ക് 500 കേസിൽ കൊടുക്കാണ്ട് ഇപ്പം അങ്ങനെ ആയതുകൊണ്ട് ബുദ്ധിമുട്ടാണ്. എന്താ ചെയ്യാൻ പറ്റുക? അതല്ല, നാളെ ഞാനൊരു കാര്യം ചെയ്യാം. 500 റുപ്യ നാളെ നിങ്ങൾക്ക് ആ ലോണിലെ കൊടുത്താൽ പോരെ? അത് ഞാൻ എന്തായാലും ഇതിന്റെ ലാസ്റ്റ് ആകുമ്പോഴേ ഞാൻ തരാം, പണി കഴിഞ്ഞിട്ട്. അപ്പൊ നിങ്ങൾ എന്തായാലും എത്തുവോ? ഒരു 12 ആകുമ്പത്തെ എനിക്ക് ലോൺ ആള് വരും. എത്തൂലേ? അത് തന്നെ, നമ്മളെ വീടിന്റെ വാർപ്പാണല്ലോ. 12 മണിക്കാകുമ്പോഴേക്ക് എന്തായാലും സാധനം കഴിയും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരാൾ നിങ്ങളെ ഉറപ്പിച്ച് നിങ്ങൾ അങ്ങനെ 500 രൂപ ഇട്ടാണ് എന്തായാലും അത് ഉറപ്പല്ല. അത് ശരി, നമ്മളെ പിന്നെ കുടുംബം നോക്കണ്ടേ. 7 മണിക്ക് നിങ്ങൾ എത്തന്നെ വേണം. ആയിക്കോട്ടെ ആയിക്കോട്ടെ, അതൊന്നും കുഴപ്പമില്ല. അപ്പൊ നിങ്ങൾ രാവിലെ ഒരു 7 കേട്ടോ. എന്നാല് ഇനി ഞാൻ വിളിക്കൂലേ? ആയിക്കോട്ടെ. നാളെ എന്റെ വീടിന്റെ വാർപ്പാണല്ലോ. അപ്പൊ ഞാൻ എന്താ ഇപ്പൊ കാണുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ പണിക്കാരെ കുറച്ച് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം. അപ്പോൾ നമ്മളെ കമ്പനിക്കാർ മാത്രമായിട്ട് ഒന്ന് ചെയ്യാന്നാണ് വിചാരിക്കുന്നത്. ഒന്നുമില്ല, നമുക്ക് മെറ്റലൊന്ന് വാരി കൊടുക്കുക, പിന്നെ ശബലൊന്ന് കൊടുക്കുക, അങ്ങനെ ചെറിയൊരു പണി മാത്രം ഉണ്ടാവുള്ളൂ. അപ്പൊ നിങ്ങൾ നാളെ എന്തായാലും ലീവ് എടുക്കണം. കാര്യമല്ലല്ലോ സാറേ, നാളെ എനിക്ക് വരാൻ പറ്റില്ലോ. നാളെ എന്താ പറയാ, എനിക്ക് നാളെ എന്റെ ടിവിന്റെ അടവ്, വണ്ടീന്റെ അടവ്, ഇതെന്താ വെച്ചിട്ടുണ്ടല്ലേ 1300 കിട്ടിയാലും എനിക്ക് ഒക്കൂല നാളെ. അതാണ് നാളെ എനിക്ക് എന്തായാലും വരാൻ പറ്റില്ല. 500 റുപ്യ സീൽക്ക നാളത്തെ ഒരു കൂലിന്റെ പൈസ. ഞാൻ ഒരു പെരങ്ങ് പണ്ടാറാറിനായി 1300 ഒന്നും എനിക്ക് തരാൻ വേണ്ടി പറ്റില്ല. 500 റുപ്യ അതെന്തായാലും മനസ്സിലായില്ലേ? എന്തായാലും വേണ്ടില്ല, എന്റെ കാര്യല്ലേ. 500 എങ്കിലും 500. ഞാൻ നാളെ 7 മണിയാകുമ്പോൾ എന്തായാലും ഞാൻ നിങ്ങളെ വിളിച്ചെന്ന് വരൂല, നിങ്ങളെ സ്പോട്ടിലെത്താം. മനസ്സിലായല്ലോ? നാളെ എൻ്റെ വീടിന്റെ വാർപ്പാണ്. അപ്പൊ രാവിലെ ഒരു 7 മണിയാകുമ്പോഴേക്കും നിങ്ങൾക്ക് നാളെ എത്താൻ പറ്റും. നിങ്ങൾ നാളെ പണിയുണ്ടോ? അതല്ല ഞാൻ പറഞ്ഞേക്ക്, നിങ്ങൾ നാളെ പണിക്ക് പോയി കഴിഞ്ഞാൽ ഏറി വന്നു കഴിഞ്ഞാൽ ഒരു 1000 റുപ്യല്ലേ കിട്ടുള്ളൂ. 1500 കിട്ടൂല. ആയിക്കോട്ടെ, ഞാനൊരു 500 റുപ്യ ഞാൻ എൻ്റെ കൈമ ഞാൻ ഇടാം. നിങ്ങൾ രാവിലെ ഒരു 7 മണിയാകുമ്പോൾ എത്തണം. കാരണം വെച്ചാൽ എനിക്ക് അവിടുത്തെ പണിക്കാരെ എണ്ണം ഒന്ന് കുറയ്ക്കാൻ. നിങ്ങൾ എത്തുമോ? ആയിക്കോട്ടെ എന്നാല് കേട്ടോ. തീർച്ചയോ ഞാൻ എന്നെ കാണാൻ വേണ്ടി നിൽക്കാൻ ഇഷ്ടം. ഈ സാവകാശം വെച്ചു സാവകാശം വെച്ചു എന്നിട്ടുള്ള കാര്യം പറയുള്ളൂ. തീർച്ചയോ നാളെ എൻ്റെ വീടിന്റെ വാർപ്പാണ്. അപ്പൊ രാവിലെ ഒരു 7 മണിയാകുമ്പോഴേക്ക് ഈ അവിടെ എത്തണം. അപ്പം ആകെ ആഴ്ചക്ക് ഒരു 5 ദിവസം പണിയിട്ടുണ്ട്. ഒരു ദിവസം പണിക്ക് പോയിട്ടുണ്ടെങ്കിൽ വിട്ടുപോകും. അതല്ലടാ, ഞാൻ എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷിജേട്ടൻ വരും എന്ന് പറഞ്ഞിട്ടുണ്ട്, അസീസ്കാക്ക വരും, പിന്നെ മറ്റേ CT വരും എന്ന് പറഞ്ഞിട്ടുണ്ട്, ആരിസ്കാക്ക ഒക്കെ ഉണ്ടാവും. അപ്പൊ ഞാൻ ഓരോരുത്തർക്കും ഒരു 500 റുപ്യ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിൽ അതുള്ളൂ. പിന്നെ എൻ്റെ വീടിന്റെ വാർത്തല്ല, നമുക്കറിയുന്നില്ല. 500 റുപ്യ കിട്ടുന്ന പണിയാണ്. ഈ ഒന്ന് നോക്കി എങ്ങനെയെങ്കിലും ഒന്ന് നാളെ ഒന്ന് ലീവാക്കാൻ പറ്റും നോക്കണം. 500 എന്തായാലും നാളെ എത്തൂലേ? ഇനി ഞാൻ എന്നെ വിളിക്കൂലേ? ഞാൻ നിങ്ങളെ കാണാൻ വേണ്ടി നിൽക്കുകയും നാളെ എന്റെ വീടിന്റെ വാർപ്പായിരുന്നു. ആണോ? അപ്പൊ നാളെ ഇങ്ങനത്തൊന്ന് ലീവാക്കാൻ വേണ്ടി പറ്റുമോ എന്നുള്ളതാണ്. അയ്യം തന്നെ സാറേ, നാളെ ഞാൻ വണ്ടിക്ക് ഒരു ഓർഡർ ഏറ്റുപോയില്ലടാ. അത് ഒന്നെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആരുമില്ല. ഞാനിപ്പോ പറഞ്ഞ ആരോടാ വെച്ചിട്ടുണ്ടെങ്കിൽ അസീസ് ഖാനോട്, നമ്മളെ ഷിജേട്ടെ, അങ്ങനെ 1-2 ആളുകൾ മാത്രമേ ഉള്ളൂ. ആണോ? അപ്പൊ നിങ്ങളും കൂടി വരികയാണെങ്കിൽ എനിക്ക് വലിയൊരു ഉപകാരമായിരുന്നു. ഞാൻ ഏറ്റവും ഓർഡറാണ്. ഞാനൊരു കാര്യം ചെയ്യാം. ഞാനിപ്പോ കണ്ടെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ആരാധന കാണണല്ലോ. ഞാൻ ഈ ഷിജേട്ടനോട് ഇവരോടൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോരുത്തർക്ക് ഒരു 500 റുപ്യ ഞാൻ തരാന്നാ പറഞ്ഞു. അത് ഞാൻ നിങ്ങൾക്കും തരാം. ആയിക്കോട്ടെ സാറേ, എന്റെ വാർപ്പല്ലേ 500 ആണ്. 500 ഒന്നും നോക്കണ്ട. ഉറപ്പിച്ച് ഇനി ഞാൻ വിളിക്കൊന്നുമില്ല. ഇല്ല. ഓക്കെ എന്നാ ശരി. ഇത്രയും നേരമായിട്ട് 5 ആളോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. 5 ആൾക്ക് ഞാൻ കൊടുക്കേണ്ട പൈസ എത്ര വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് 500 വെച്ചിട്ട് 5 ആൾക്ക് 2500. കോൺക്രീറ്റിലുള്ള 5 ആളെ ഞാൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് 1300 വരികയാണെന്നുണ്ടെങ്കിൽ എത്ര റുപ്യ വരും? അതായത് 6000-7000 റുപ്യൻ്റെ അടുത്ത് എനിക്ക് നാളെ ചെലവാണ്. ഇവല 5 ആളെ
വിളിച്ചിട്ടുണ്ടെങ്കിൽ ആകപ്പാട് വരുന്നത് 2500 റുപ്യ മാത്രമേ എനിക്ക് ചെലവ് വരുള്ളൂ. പാവങ്ങൾ നാളെ വരട്ടെ. വല്ലാത്തൊരു കഥയായി പോയാൽ എൻ്റെ പടച്ചോനെ. മേസ്ത്രിനോട് ഞാൻ പറഞ്ഞതാണ് 5 പണിക്കാരെ ലീവായിരിക്കും. മേസ്ത്രി ആണെങ്കിൽ എല്ലാ പണിക്കാരായിട്ട് വരികയും ചെയ്തു. കമ്പനിക്കാരാണെങ്കിൽ അതാ മറ്റുള്ളവർ പണിയെടുക്കുന്ന നോക്കി നിൽക്കുന്ന വെലുക്കും കൊടുക്കേണ്ട പടച്ചോനെ. വൈകുന്നേരം ആകുമ്പോഴേ കഞ്ഞി ഉറപ്പിച്ച ആർക്കെങ്കിലും പണിക്ക് പോകണം എന്നുള്ളവരോട് പോയിക്കോളാൻ വേണ്ടി പറയലേ. അത്രയും പൈസ എനിക്ക് കുറഞ്ഞു കിട്ടല്ലോ പടച്ചോനെ. നിങ്ങൾക്ക് ആരെങ്കിലും പണിക്ക് പോകണം എന്നുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ പണിക്ക് പോയിക്കോളി. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഓല് വെണ്ണയിൽ തന്നെ ആള് കൂടുതലാണ്. അവർക്ക് 11 മണിയല്ല ആയിട്ടുള്ളൂ. 11 Oh, no, 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 no.